ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, വിധി നിർണ്ണയിക്കുന്ന വിധികർത്താക്കന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നബിദിനമായി അനുബന്ധിച്ചിട്ടുള്ള എക്സ്പ്ലോറിക്ക എന്ന മഹാവേദിയിലാണ്. ഇന്ന് ഞാൻ വിജ്ഞാനം മഹാസമ്പത്ത് എന്ന വിഷയത്തിൽ കുറിച്ച് ഒന്ന് രണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നാഥനായ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. മനുഷ്യന്റെ അമൂല്യ സമ്പത്തുമാണ് അറിവ്, വിജ്ഞാനം എന്നുള്ളത്. സത്യമതമായ പരിശുദ്ധ ഇസ്ലാം വിജ്ഞാനത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. എല്ലാ വിജ്ഞാനത്തിലും സമ്പന്നരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് വർദ്ധനവിടെ പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ നിർദ്ദേശിക്കുന്നുണ്ട്. വഖുർ റബ്ബി സിദ്നി ഇൽമാ, നബിയെ തങ്ങൾ പറയണം, എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ചു തരണം. വിജ്ഞാനം കരസ്ഥമാക്കുക എന്നുള്ളത് എല്ലാ വിശ്വാസിയുടെ ബാധ്യതയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, വിജ്ഞാന സമ്പാദ്യം എല്ലാ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അറിവിന്റെ മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കി തരുന്ന ധാരാളം ഹദീസുകളിലും ധാരാളം ഖുർആൻ വാചകങ്ങൾ നമുക്ക് കാണാം. ഇസ്ലാമിലെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് വിജ്ഞാനം. വിശുദ്ധ ഖുർആനിൽ ഈ കാര്യം ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, തീർച്ചയായും അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. മതവിധി അനുസരിച്ച് വിജ്ഞാന സമ്പാദ്യം പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിച്ച മനുഷ്യന്റെ മേൽ ഫർള് ഐനായി തീരും. അതായത് ഓരോരുത്തർക്കും അവരവർ ചെയ്തോർക്കുന്ന പല നിർബന്ധമായ നിസ്കാരവും നോമ്പും അടക്കമുള്ള ഫർള് ഐനായ കാര്യങ്ങൾ ശരിയാകാനും പൂർത്തിയാകാനും ആവശ്യമുള്ളതായ അറിവ് നേടുന്നത് ഫർള് ഐനാണ്. വിജ്ഞാനം തേടി ഒരാൾ ഒരു വഴിയിൽ പ്രവേശിക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള പാദം സുഗമമാക്കി കൊടുക്കുന്നു എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് വിജ്ഞാനം തേടി വരുന്നവരെ അവിടുന്ന് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത് അറിവ് നേടുന്നതിലും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിലും ഏതേ ഒരു ലജ്ജ വേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ അനുയായികൾ ഉണർത്തി. അത് കണ്ട് വിജ്ഞാന സമ്പാദ്യത്തിൽ കൂടുതൽ സമയം കണ്ടെത്തുകയും അറിയാത്ത കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കുകയും അത് പഠിച്ച് അനുസരിച്ച് പ്രവർത്തിക്കുകയും അത് സമുദായത്തോട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തരുണ്ട്. അതുകൊണ്ട് അറിവ് നേടുന്നതിലും ഏതൊരു ലജ്ജ വേണ്ടതില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വാക്ക് നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനവും ആദരവും നിറഞ്ഞ വിധികർത്താക്കളെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വർഷത്തോളം നടത്തി വരാറുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിന അനുബന്ധിച്ച് എക്സ്പ്ലോറിക എന്ന കലാ ആർട്ട് ഫെസ്റ്റിലാണ്. ഈ ഒരു സന്ദർഭത്തിൽ സമയം അതത്ര പ്രധാനം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് നാഥൻ തുണക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മനുഷ്യർക്ക് അള്ളാഹു നൽകിയ അതിമഹത്തായ അനുഗ്രഹമാണ് സമയം. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സമയത്തിന്റെ അവസാനം എപ്പോഴാണെന്ന് ആർക്കും അറിയില്ല. അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ചു തന്ന സമയത്ത് കൃത്യതയോടെ കൂടി പാഴായി പോകാതെ വിനിയോഗിക്കാൻ നാം ബാധ്യസ്ഥരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസൂല ഖദമ ഇബ്നു ആദം യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അൽ അൻ ഖംസി. 5 കാര്യ ആ ചോദ്യത്തിന് മറുപടി പറയാതെ ഖിയാമത്ത് നാളിൽ മനുഷ്യനിക്ക് അവന്റെ കാൽപാദം മുന്നോട്ട് നീക്കാൻ പറ്റില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അൻ ഉംരിഹി ഫീമാ അഫ്ന, അവന്റെ ആയുസ് എങ്ങനെ വിനിയോഗിച്ചു എന്നും അവനോട് ചോദിക്കും. വഅൻ ശൈബിഹി ഫീമാ അബ്ല, അവന്റെ യുവത്വം എങ്ങനെ പാഴാക്കി എന്നും അവനോട് ചോദിക്കും. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബ വഫീമാ അൻഫഖ, എവിടെന്നാണ് സമ്പത്ത് നേടിയതെന്നും എവിടെ കൊണ്ടുപോയി ചെലവഴിച്ചെന്നും ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഖിയാമത്ത് നാളിൽ ഒരാൾക്കും കാൽപാദം മുന്നോട്ട് നീക്കാൻ പറ്റില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ്സിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നത് ആ ആയുസ് അനാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയതിന്റെ പേരിലാണ്. നന്മക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത് അത് ആഖിറത്തിൽ എത്തുമ്പോൾ അവർക്ക് വലിയ നേട്ടമായി മാറിയിരിക്കും. അനാവശ്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവാക്കിയവൻ അവസാനം മരിക്കുന്ന സമയത്ത് ഒരു സെക്കൻഡിന് വേണ്ടി അല്ലാഹുവിനോട് യാചിക്കുന്ന സംഭവം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവധിയാസന്നമായാൽ പിന്നെ അല്ലാഹു അതിട്ട് ആർക്കും നീട്ടി കൊടുക്കുകയില്ല. ഇസ്ലാമിന്റെ ആരാധന കർമ്മങ്ങൾ സമയം
സമയനിഷ്ഠ പരിശീലിപ്പിക്കാൻ ഏറെ സഹായകമാണ്. 5 നേരത്തെ നിസ്കാരം സമയബന്ധിതമാണ്. അതുപോലെ നോമ്പ് നിർണിത മാസത്തിലാണ്. നിശ്ചയ സമയം മുതൽ നിർണയിക്കപ്പെട്ട സമയം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നാം നോമ്പെടുക്കുന്നു. സകാത്ത് നൽകേണ്ടതും വർഷത്തിൽ ഒരിക്കലാണ്. ഹജ്ജിന് നിർണിത മാസവും സമയവും ഉണ്ട്. ഇസ്ലാമിലെ എല്ലാ ആരാധന കർമ്മങ്ങളും സമയനിഷ്ഠ പാലിക്കാൻ പ്രാപ്തനാക്കുന്നു. രാവിലെ നേരത്തെ ഉണർന്ന് പ്രാർത്ഥന നിരതനാവാൻ ഇബാദത്ത് കർമ്മങ്ങൾ ചെയ്യാൻ ഇസ്ലാം ആവശ്യപ്പെടുന്നു. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിയ, എന്റെ സമുദായത്തിന് നീ അവരുടെ പ്രഭാതങ്ങളിൽ ബറക്കത്ത് ചെയ്യണമേ, അനുഗ്രഹം ചൊരിയണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമുള്ള സമയമാണ് പ്രഭാത സമയം. കിടന്നുറങ്ങിയിട്ടോ അല്ലെങ്കിൽ അനാവശ്യമായ മൊബൈൽ ദുരുപയോഗങ്ങൾക്ക് വേണ്ടി പാഴാക്കേണ്ട സമയമല്ല പ്രഭാത സമയം. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രഭാത സമയം നാം ശരിക്കും ഉപയോഗപ്പെടുത്തണം. പ്രഭാതത്തിൽ കിടന്നുറങ്ങിയായിരുന്ന മകൾ ഫാത്തിമയെ കാലിൽ തട്ടിക്കൊണ്ട് ഉണർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ ഫാത്തിമ, നീ നിന്റെ നാഥന്റെ വിഭവങ്ങൾ തേടുക, അശ്രദ്ധയിലായി പോകരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം എല്ലാ സമയം ശരിക്കും ഉപയോഗപ്പെടുത്തണം. പ്രത്യേകിച്ച് പ്രഭാത സമയം നാം ശരിക്കും ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിടാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, വിധി നിർണയിക്കുന്ന വിധികർത്താക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, നാം ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വർഷം തോറും നടത്തി വരാറുള്ള മീലാദ് സമാരംഭത്തിലാണ്. ഈ ഒരു സന്ദർഭത്തിൽ പ്രവാചകരുടെ ആരോഗ്യ നിർദ്ദേശങ്ങൾ എന്ന വിഷയത്തിൽ ആസ്വദമാക്കിക്കൊണ്ട് 1-2 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാദം തുണക്കട്ടെ. ആമീൻ. 23 വർഷത്തെ പ്രബോധനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെയാണ് വാർത്തെടുത്തിട്ടുള്ളത്. ഒരു ദിവസത്തെ വിവിധ ഘട്ടനങ്ങളായി പല്ല് തേക്കുന്നതിന് പ്രാധാന്യം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സമൂഹത്തിലേക്ക് പഠിപ്പിച്ചു കൊടുത്തു. അസ്സിവാക് മത്ഹറത്തുൽ ഫമി മിർളത്തുൽ റബ്ബ്, തന്റെ ശുദ്ധീകരണം വായ്ക്ക് വൃത്തിയും അല്ലാഹുവിനെ ഇഷ്ടമുള്ള കാര്യമാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നവൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും പല്ല് തേക്കണം. അതിനിടയിൽ 5 നേരത്തിന് നിസ്കാരത്തിന് വേണ്ടി ഉളു ചെയ്യുമ്പോഴും സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉളു ചെയ്യാൻ പ്രത്യേകം നിർദ്ദേശിച്ചു. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിർദ്ദേശപ്രകാരം മുസ്ലിമായ മനുഷ്യൻ വായു വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും. മനുഷ്യന്റെ ആരോഗ്യത്തിന് പ്രധാന തകർച്ച അമിതമായ ഭക്ഷണത്തിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. 1/3 ഭാഗം ഭക്ഷണത്തിലും മറ്റൊരു ഭാഗം വെള്ളത്തിലും ബാക്കി വായുവിനും എന്നിങ്ങനെ അവന്റെ ആമാശത്തിന് 3 വിഭാഗമായി വേർതിരിച്ചു. മനുഷ്യന്റെ ആരോഗ്യത്തെ പുറത്ത് കലയാണ്. ആരോഗ്യത്തിന്റെ ഭാഗത്തിന് രക്തം പുറത്ത് അവിടെ നിന്ന് ഹിജാമ ചെയ്യാൻ നിർദ്ദേശിച്ചു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഹിജാമ ചെയ്തിരുന്നു. ശരീരത്തിന്റെ ദുഷിച്ച ഭാഗങ്ങൾ പുറത്ത് കലയാണ്. ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്ത് കലയാണ് ഹിജാമ ചെയ്യുന്നത്. അതിന് നാം കപ്പിൻ തെറാപ്പി എന്ന പേരിൽ നാം ഇപ്പോൾ വിളിക്കുന്നത്. ഇത്ര പറഞ്ഞ് ഞാൻ എന്റെ ഭാഷണം അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനവും ആദരം നിറഞ്ഞിരിക്കുന്ന ഉസ്താദുമാരെ, അതേപോലെ എൻ്റെ സുഹൃത്തുക്കൾ, എന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സാമൂഹിക മട്ടത്തിന്റെ വിദ്യാഭ്യാസം എന്ന ടോപ്പിക്കിൽ നിന്ന് 1-2 വാക്കുകൾ പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. നാഥനായ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മനുഷ്യനിക്ക് അല്ലാഹു തആല പ്രത്യേകിച്ച് നൽകിയത് എന്തെന്ന് അറിയുമോ?
മനുഷ്യനിക്ക് അല്ലാഹു തആല പ്രത്യേകിച്ച് നൽകിയത് എന്തെന്ന് അറിയുമോ? അല്ലാഹു തആല മനുഷ്യനിക്ക് വിദ്യാഭ്യാസവും ചിന്താശേഷിയും അതേപോലെ വിവേകവും അല്ലാഹു തആല മനുഷ്യനിക്ക് പ്രത്യേകിച്ച് നൽകിയതായിരിക്കും. ജീവജാലങ്ങൾക്ക് അല്ലാഹു തആല നൽകാത്തതുമായിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയുന്നെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വളർത്തുന്ന പശുക്കൾ തന്നെ നോക്കാം. ഞങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ വളർത്തുന്ന പശുക്കൾ അതിന്റെ ദൈനംദിനമായ ജീവിതം നടത്തുകയാണ്. അതിന്റെ ദൈനംദിനമായ ജീവിതം നടത്തുന്നു. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ അത് ഭക്ഷണം കഴിക്കുന്നു, അല്ലാതെ മലമൂത്ര വിസർജനം ചെയ്യുന്നു, മലർന്ന് കിടന്ന് ഉറങ്ങുകയാണ്. മനുഷ്യൻ തന്റെ വിദ്യാഭ്യാസം കൊണ്ട് അവന്റെ ജീവനത്തിന്റെ അവൻ മുന്നോട്ട് പോവുകയാണ്. അതേപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കൽ ഒരാൾ വരികയാണ്. വന്നിട്ട് ചോദിക്കുന്നു, യാ നബിയെ, ഞാൻ കള്ളു കുടിക്കുന്നു നബിയെ, എനിക്ക് നല്ലതാവണം എന്ന് പറയുകയാണ്. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവനിക്ക് പറഞ്ഞു കൊടുക്കുന്നു, വിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്കുകയാണ്. സാമൂഹിക മട്ടത്തിന്റെ വിദ്യാഭ്യാസം അവനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ അന്നിൽ പിന്നെ ആ സമയത്തിൽ പിന്നെ അവൻ ആ കള്ളിൽ നിന്ന് ദൂരമായി മാറ്റി. അതേപോലെ ഖാലല്ലാഹു തആല പറയുകയാണ്, ഖുൽ ഹൽ യസ്തവില്ലസീന യഅലമൂന വല്ലസീന ലാ യഅലമൂൻ എന്ന് പറയുകയാണ്. അല്ലാഹു ചോദിക്കുകയാണ്, തമ്മിൽ വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വ്യത്യസ്തനാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുകയാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ഇരുന്നപ്പോൾ ഒരു മനുഷ്യൻ പള്ളിന്റെ അകത്ത് വന്ന് മൂത്രവയിച്ചുകൊണ്ട് മുഹമ്മദ് സ്വഹാബി അപ്പ തന്നെ കൈ ഉയർത്തുകയാണ്. അപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കൈ ഉയർത്തരുതേ സ്വഹാബ, കൈ ഉയർത്തരുതേ, അവിടേക്ക് നീ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് ചേർത്തോ എന്ന് പറയുന്നു. പിറ്റന്നാള് സ്വഹാബി പള്ളിയിലേക്ക് വരുമ്പോൾ ആ മനുഷ്യൻ പള്ളിയിൽ അള്ളാഹിനോട് തൗബത്ത് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. പള്ളിയിൽ എന്തെന്ന് പറഞ്ഞാൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനിക്ക് വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തതായിരിക്കും. അതേപോലെ ഞങ്ങൾ ഇത്തരം പറഞ്ഞ എന്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ, എൻ്റെ തീർപ്പുകാരെ, പിന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന കൂട്ടുകാരെ, പിന്നെ എൻ്റെ മുത്തലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എക്സ്പ്ലോറിക്ക 9.0 ഈ വേദിയിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് സാമൂഹിക മാറ്റത്തിൽ വിദ്യാഭ്യാസം. ഇതിനെ കുറിച്ച് ഞാൻ അല്പം സംസാരിക്കാൻ തീരുമാനിച്ചു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിദ്യാഭ്യാസം ഉള്ളവരില്ലാത്ത തുല്യരാണ്, ഒരിക്കലുമല്ല. വിദ്യാഭ്യാസം ഉള്ളവരില്ലാത്തനാണ് വാക്കിലും ആ പ്രവർത്തിയിലും ആ വിദ്യാഭ്യാസത്തിന്റെ സ്വാധീനം വ്യക്തമായി കാണും. അതേസമയം വിവരമില്ലാത്ത വിവരക്കേട് എല്ലാ ഇടങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടേയിരിക്കും. പരിശുദ്ധ ഇസ്ലാം ശാന്തിയുടെ സമുദായമായിട്ടും മതമായിട്ടും പോലും ഇസ്ലാമിനെ വളരെ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും മതമായി ചിത്രീകരിക്കുന്നു. പല വീഡിയോസുകളും പല വാർത്തകളും നമ്മൾ കേട്ടുകയായിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിന് പിന്നിലല്ല ഇസ്ലാം ദീനപ്പെട്ടവർക്കുള്ള തെറ്റതായ അറിവുകൾ മാത്രമാണ്. ഇസ്ലാമിനെ പറ്റി ശരിക്കും ഒരാൾ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിനെ പോലെ സമുദായത്തിൽ മാറ്റവരുത്തുന്ന നിയമമല്ലെങ്കിൽ ഒരു മതമില്ല. അതേപോലെ യുവതലമുറ കല്ലിണ്ട്, കഞ്ചാവിന്റെ, പെണ്ണിന്റെ അടിമയായി മാറുന്ന പ്രധാന പങ്ക് അവർക്ക് വേണ്ടതുപോലെ വിദ്യാഭ്യാസം ലഭിച്ചത് മാത്രമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തുകളും അവർക്ക് വേണ്ടതുപോലെ പഠിപ്പിച്ചുകൊണ്ടായിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ മുഴുവനും മാറില്ലായിരുന്നു. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ലഹരി പദാർത്ഥങ്ങൾ മുഴുവൻ നിങ്ങൾ ലഹരി പദാർത്ഥങ്ങളെ മാറി നിൽക്കുക, അത് മുഴുവൻ പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് എന്ന് പരിചയപ്പെട്ടിട്ടുള്ളത്. ആ വിലശിഷ്ടമായ ഖുർആൻ നിർദ്ദേശം നമ്മുടെ ചെറുപ്പക്കാർ പതിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ മുഴുവൻ മാറില്ലായിരുന്നു.
മാറുല്ലായിരുന്നു. മാറുല്ലായിരുന്നു. അതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിടങ്ങളും അഭിനങ്ങളും ഉൾവാൻ അല്ലാഹു അറിവില്ല എന്ന് ഉടലെക്കുന്നതാണ്. അതിന്റെ ഭാഗമായി അല്ലാഹു തആല പറഞ്ഞു, അന്യസ്ത്രീകൾ പുരുഷന്മാർ അന്യസ്ത്രീ പുരുഷന്മാർ ബോധപൂർവ്വം ശരീരഭാഗം നോക്കുന്നത് വിലക്കിയിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, അന്യസ്ത്രീകളെ തൊട്ട് അവർ കണ്ണുകളെ പൂട്ടിക്കൊള്ളട്ടെ, അവർ അന്യസ്ത്രീകളെ ശരീരഭാഗം നോക്കാതിരിക്കട്ടെ. ആ ഖുർആൻ നിർദ്ദേശം ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടുമായിരുന്നുവെങ്കിൽ സമുദായത്തിൽ ഇത്തരവും പീഡങ്ങളും മറ്റും നടക്കുമായിരുന്നില്ല. സമ്പാദിക്കാൻ മേഖലയിലുമായ ചൂഷണമാണ് നടക്കൊണ്ടിരിക്കുന്നത്. ധനികമായി പാവപ്പെട്ടവനും ദാരിദ്ര്യത്തിന്റെ പടുകുയിലേക്ക് അമർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം പലിശ വിലയ്ക്ക് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ അല്ലാഹു തആല കച്ചവടം അനുവദിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ പാവപ്പെട്ടവൻ ദാരിദ്ര്യം തള്ളിവിടുന്ന പലിശ അല്ലാഹു തആല കർശനമായി നിരോധിച്ചിട്ടുണ്ട്. നിങ്ങൾ മുഅ്മിനീങ്ങളോട് ജൂജാട്ടം ചെയ്യുന്ന പലിശ ജൂജാട്ടം തുടങ്ങിയ എല്ലാ തട്ടിപ്പുകളും അല്ലാഹു തആല കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞ ഇന്ന് ലോകത്തിൽ നടപ്പിലാക്കിയിരുന്നെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ ഉയർന്നേക്കും എന്ന് പറഞ്ഞ വാക്കുകൾ നിൽക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം ആദരം നിറഞ്ഞ ഉസ്താദുമാർ, വിധി നിർണയിക്കുന്ന വിധികർത്താക്കൾ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട മുത്താലിം സുഹൃത്തുക്കൾ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വർഷം തോലം നടത്തി വരാറുള്ള എക്സ്പ്ലോറിക്ക എന്ന മഹാവേദിയിലാണ്. ഈ ഒരു സന്ദർഭത്തിൽ സമയം അതെത്ര പ്രധാനം എന്ന വിഷയത്തെ ആസ്വാദമാക്കിക്കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെ നാഥൻ തുണക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന ഓരോ സമയങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. സമയങ്ങളാണ് അവന്റെ ജീവിതത്തിന്റെ വിജയ പരാജയങ്ങളെ തമ്മിലിക്കുന്നത്. നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാനാവാത്ത അമൂല്യമായ ഒന്നാണ് സമയം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ഇതുവരെ ഉപയോഗിച്ച് തീർത്ത സമയം എന്ന് ഒരിക്കലും തീർത്ത് ലഭിക്കുകയില്ല. ഇന്ന് ഭാവിയിൽ എത്ര സമയം നമുക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടോ അത് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തെ വേസ്റ്റ് ആക്കാതെ നിയന്ത്രിക്കുക എന്നാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത്. അതേ നമ്മുടെ നേതാവായ അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു മനുഷ്യനിക്ക് കൊടുത്തിരിക്കുന്ന രണ്ട് വരി അനുഗ്രഹങ്ങളെ, പക്ഷേ ആ രണ്ട് അനുഗ്രഹങ്ങളെ വേണ്ടതുപോലെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ബഹുഭൂരിഭാഗം മനുഷ്യരും പരാജിതരാണ്. അതിൽ നിന്ന് ഒന്നാമത്തത് ആരോഗ്യം, മറ്റൊന്ന് വഹി അൽ ഫറാഗ്, വഹി സമയം. നല്ല ആരോഗ്യമുള്ളവൻ അവന്റെ ആരോഗ്യം അവന്റെ അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടിയും മറ്റ് ചിലവാക്കുന്ന എല്ലാം മറിച്ച് ആരോഗ്യം മുഴുവനും അക്രമത്തിനും അനാവശ്യത്തിനു വേണ്ടിയും ഉപയോഗിക്കപ്പെടുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ സമയം ആ ഓരോ സമയത്തിന് വേണ്ടിയും ഉപയോഗിക്കുന്ന പകരം അനാവശ്യമായ വീഡിയോസുകളും റീൽസുകളും മറ്റു ഗെയിംസുകളും കണ്ടും കളിച്ചും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഓരോ സമയത്തെ പറ്റിയും ഓരോ സെക്കൻഡിനെ പറ്റിയും നമ്മളോട് നാളെ അല്ലാഹു ചോദ്യം ചെയ്യും. ആ ചോദ്യങ്ങൾക്ക് മുഴുവൻ സമയം എന്തിനെ വേണ്ടി ഉപയോഗിച്ചു എന്ന് മറുപടി പറയാതെ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ ആവുകയില്ല. അതുകൊണ്ട് ഹറാമുകൾക്ക് അനാവശ്യങ്ങൾക്ക് ഓരോ നിമിഷം പോലെ നമ്മുടെ ജീവിതത്തിൽ നാം ചിലവാക്കാൻ പാടില്ല. ഇത്ര ഞാൻ വാക്കിൽ ഞാൻ കാണുന്നു. വാക്കുദാന. അസ്സലാമു അലൈക്കും.